മെട്രോ നിർമ്മാണത്തിന് സർക്കാർ കാണിക്കുന്ന താൽപര്യം സിറ്റി ഗ്യാസ് പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിലും വേണം. ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായപ്പോൾ 43 കിലോമീറ്റർ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ രണ്ടാം ഘട്ട നിർമ്മാണത്തിൽ രൂക്ഷമായ രാഷ്ട്രീയ വെല്ലുവിളികളാണ് നേരിടുന്നത്. NDA സർക്കാർ അധികാരത്തിലെത്തിയാൽ ഇത്തരം പദ്ധതികൾക്ക് വേഗതയുണ്ടാകുമെന്നും കൊച്ചി ബാംഗ്ലൂർ പൈപ്പ് ലൈനിന്റെ ചുമതലയുള്ള KP രമേശ് അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ NDA ആണ് വരുന്നതെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. കാരണം നരേന്ദ്രമോദി നയിക്കുന്ന ഗുജറാത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൈപ്പ് ലൈൻ സാന്ദ്രതയുള്ള സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ അദ്ദേഹം പവറിൽ വരികയാണെങ്കിൽ എനിക്ക് വന്ന് ഈ പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ മുന്നോട്ട് പോകണം. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലും പദ്ധതി നടപ്പാക്കുന്നതിൽ വിവിധ ട്രേഡ് യൂണിയനുകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ല. അടിയും ഇടിയും കൊണ്ട് പദ്ധതി നടപ്പാക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയട്ടെ, അടിയിടിയും കൊണ്ടിട്ട് പൈപ്പ് ലൈൻ ഇടണം രാഷ്ട്രീയ നേതാക്കന്മാരും അഡ്മിനിസ്ട്രേഷനും. അതായത് ഞാനൊരു വസ്തുത പറയാനുള്ളത്, കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഒരു നിർദ്ദേശം നൽകുകയാണെങ്കിൽ കാര്യങ്ങൾക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ കൂടെ ട്രേഡ് യൂണിയനുകളും ഇപ്പോൾ രവീന്ദ്രനാഥ് പറഞ്ഞ പോലെ അവരെല്ലാം കൂടി ഒരു തീരുമാനം എടുക്കുന്നുണ്ടെന്ന് പറയുന്നു. നല്ല കാര്യം. അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് ഭംഗിയായിട്ടു. സിറ്റി ഗ്യാസ് പദ്ധതി സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ആശങ്കകൾ ദൂരീകരിക്കുമെന്നും KP രമേശ് വ്യക്തമാക്കി.